തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തലസ്ഥാന നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാകും. ഇത് മുന്നിൽ കണ്ട് വീഴ്ച പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരുകയാണ് നഗരസഭയും സർക്കാരും. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി മന്ത്രി റോഷി അഗസ്റ്റിനും വി.കെ. പ്രശാന്ത് എം.എൽ.എയും രംഗത്തെത്തി. കുടിവെള്ളം മുട്ടിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും മേയർ ആര്യ രാജേന്ദ്രനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുടിവെള്ളം മുട്ടിയതിൽ ഉത്തരവാദിത്തം പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ തലക്കിട്ട് രക്ഷപ്പെടുകയാണ് സർക്കാരും നഗരസഭയും. കുടിവെള്ളം മുട്ടിയത് ജല അതോറിറ്റിയുടെ അനാസ്ഥ കാരണമാണെങ്കിലും ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ ആദ്യ ദിവസങ്ങളിൽ നഗരസഭ പൂർണ്ണമായി പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കാരണമാണ് നഗരത്തിൽ ദിവസങ്ങളോളം കുടിവെള്ളം മുടങ്ങിയതെന്ന് നഗരസഭാ അധികൃതരും മന്ത്രി റോഷി അഗസ്റ്റിനും പറയുന്നു. വീഴ്ച എന്ന് പറയുന്നത് ഇതിനുവേണ്ടി എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ചായിരിക്കും. ആ തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ ജല അതോറിറ്റി നിയമിക്കണമെന്ന് മുൻ മേയർ വി.കെ. പ്രശാന്ത് എം.എൽ.എ പറഞ്ഞു. ജല അതോറിറ്റി നഗരസഭയുമായി കൂടിയാലോചനകൾ നടത്തിയില്ലെന്നും വി.കെ. പ്രശാന്ത് വിമർശിച്ചു. അരുവിക്കരയിൽ തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചു. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു വലിയ വീഴ്ചയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഞാനിന്ന് അതിനെ സംബന്ധിച്ച് പരാതികൾ നൽകും. ഇപ്പോൾ അടിയന്തരമായിട്ട് നടപടി പൂർത്തീകരിച്ച് പമ്പിംഗ് ആരംഭിച്ചു എന്നുള്ളതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. 5 ദിവസം കുടിവെള്ളം മുടങ്ങിയതിൽ കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. നഗരസഭയുടെയും ജല അതോറിറ്റിയുടെയും ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നും നഗരസഭാ മേയറും മന്ത്രി റോഷി അഗസ്റ്റിനും രാജിവെക്കണമെന്നും UDF കൺവീനർ M.M. ഹസൻ. 4ാമത്തെ ദിവസമാണ് നമ്മുടെ ബഹുമാന്യനായ ജലവിഭവ മന്ത്രി അവിടെ എഴുന്നള്ളിയത്. എന്തിനാണ് ഇങ്ങനെ ഒരു ജലവിഭവ മന്ത്രി എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. KSU പ്രവർത്തകർ നഗരസഭയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരസഭാ കാര്യാലയത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. 24 തിരുവനന്തപുരം.